സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മുടെ ഇത് നിൽക്കുന്നത് ബെസ്റ്റ് സ്ഥലത്താട്ടോ. കാരണം എല്ലാതൊന്നും നമുക്ക് അടുത്തായിട്ടാണ് ഓപ്ഷൻസ്. നമ്മളിന്ന് സെക്കൻഡ് ഡേ ആയിട്ട് ബാർബിക്യൂല് പോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇപ്പം ഏകദേശം ഒരു 11 മണിക്ക് ഞങ്ങൾ എണീറ്റ് വരുമ്പോൾ ഒരു 10 മണിക്കായി. പിന്നെ ഒന്ന് ആലോചിച്ചില്ല, വേഗം കുളിച്ച് ഡ്രസ്സ് മാറി. ഇന്നലെ കുളിച്ചതാ, അതുകൊണ്ട് ഇന്ന് കുളിച്ചില്ല. കാറ് നമ്മൾ എടുത്തത് ഭയങ്കര ഉപകാരമായിട്ടാണ്. നമുക്ക് തോന്നുമ്പോ ഒക്കെ നമുക്ക് പോവാലോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഊബർ വിളിച്ചിട്ടൊക്കെ നിക്കണം. മാളിലേക്കാ പോണേ. മാളിന്റെ പേരെന്താ? അങ്ങനെ ഈ മാളിൽ വന്നു, കുറേ ഡ്രസ്സൊക്കെ നോക്കി. ഇവിടുത്തെ ഡ്രസ്സ് എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല, കുറേ ലെഹങ്ക ടൈപ്പ്. അപ്പം ഞാൻ ഈ ക്യാൻഡിൽ പോലത്തെ 2 ക്യാൻഡിൽ മേടിച്ചു കേട്ടോ. ഭയങ്കര റേറ്റ് ഉണ്ട്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ക്യാൻഡിൽ. നല്ല ക്യൂട്ടായിട്ട് തോന്നി. പാക്കിങ് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളി പാക്കിംഗ് ആയിരുന്നു. സേഫായിട്ട് ഇതുപോലെ വീട്ടിലെത്തും ചെയ്തു കേട്ടോ. അടിപൊളി പാക്കിംഗ് ആയിരുന്നു. നമ്മളിപ്പോൾ ആ ക്യാൻഡിൽ കണ്ടില്ലേ, അതേപോലത്തെ 2 ക്യാൻഡിലും മേടിച്ചു. ഫ്ലവേഴ്സ് ആയിട്ടുള്ളത്, ഇങ്ങനെ ബൊക്കെ പോലെയൊക്കെ. അതിൻ്റെ ഒരു ട്രേയും മേടിച്ചു കേട്ടോ. ട്രേയും ഇരിക്കണത് വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ദീപാവലി ആയ കാരണം കൊണ്ട് ഇവിടെ ഫുള്ള് ദീപാവലിയുടെ അപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ ഹൈ ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഹൈയുടെ സൗണ്ട് കേൾക്കുന്നത്. വൈൽഡ് ഫ്ലവർ. Yes, actually has a really nice cacao, tuberose and lily fragrance. അല്ല, വേറൊരു ഫ്ലോറിൽ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ജീപ്പിലാ കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. Non-veg का आज का हमारा प्राइस है 1046. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു ബാർബിക്യൂ കേട്ടോ. ഇവിടെ ഈ മാളിൻ്റെ പ്രത്യേകത, ഒരു ബിൽഡിങ്ങിൽ നിന്ന് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ബാർബിക്യൂ നേഷൻ വന്നത്. ഞങ്ങളിങ്ങനെ ചുറ്റി നോക്കിയിരുന്നു, പക്ഷെ ആ മാളിൻ്റെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ലിഫ്റ്റ് വഴിയൊക്കെയാണ് പോണത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ സെയിം ഔട്ട്ലെറ്റുകൾ തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ, എറണാകുളം, കൊച്ചി ആ ഭാഗങ്ങളിലുള്ള പോലത്തൊക്കെ തന്നെ ഔട്ട്ലെറ്റ് ആയിരുന്നു കേട്ടോ ഗോവയിലുണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മളിവിടെ എത്തി. നമുക്ക് കംഫർട്ടായിട്ടുള്ള സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് അസിസ്റ്റൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആ ചേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് ഹയനൊക്കെ കിടത്താൻ പറ്റണ ഒരു സ്ഥലമൊക്കെ നോക്കി നമ്മളവിടെ സെറ്റായി. റൂത്തു എന്തൊക്കെയാ ഫുഡെന്ന് അന്വേഷിക്കാൻ വേണ്ടി ദേ പോണു. അങ്ങോട്ടേക്ക് പോവുക അവള് വേഗം. അങ്ങനെ ഹയേനെ ഞങ്ങൾ സെറ്റാക്കിയിട്ട് കിടത്തിയിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. ഞാൻ ഇതിൽ ഓൺ വോയിസ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നമ്മുടെ ആ ഇതിൽ ഫുൾ സോങ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൽ, നല്ല എയിമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാ റൂത്ത് ആദ്യം തന്നെ ഫുഡൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ എന്താണെന്ന് നമ്മൾ ഇത്തിരി നേരത്തെ എത്തി, അതുകൊണ്ട് എല്ലാ ഫുഡും ഇങ്ങനെ ഈ ഇതിലേക്ക് വെച്ച് തുടങ്ങിയിട്ടില്ല. കണ്ട അപ്പുറത്തെ നമ്മുടെ ഇതൊക്കെ ഒന്നുമില്ലാതെ. പക്ഷെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും സെറ്റായിട്ടാണ്. അപ്പോൾ നമ്മളവിടെ ഫുഡ് കഴിച്ചിറങ്ങണ കാര്യങ്ങളാണ് കാണാൻ പോകുന്നത്.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വിട്ടത് മാളിക്കാണ് കേട്ടോ. ഈ മാളിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ ഗോവയിലാകെ 2 മാളുകളൊക്കെ ഉള്ളൂ. അതിൽ നമ്മൾ ആദ്യം പോയേക്കാളും ഇതാണ് കുറച്ചും കൂടി വലിയ മാള്. അപ്പോൾ ഇവിടെ വന്നിട്ട് റൂത്തും അപ്പയും കളി തുടങ്ങി നമ്മുടെ പ്ലേ സ്റ്റേഷനിൽ പോയിട്ട്. ഞാനവിടെ ഹയ ഉറങ്ങണത് കണ്ടില്ലേ, ഉറങ്ങി. അപ്പോൾ അവളെയും പിടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ചുറ്റി എനിക്ക് ഡ്രസ്സുകളുടെ കടയിലേക്ക് ഒന്ന് കയറി ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ കുറച്ച് നേരം കറങ്ങി നിൽക്കും ഞങ്ങൾ. ഇരിക്കാൻ പറ്റി പറഞ്ഞിട്ട് റൂത്ത് ആകെ വിഷമത്തിലാണ് ഗായ്സ്. റൂത്ത് ഭയങ്കര സീനാണ്. റൂത്ത് അല്ലെങ്കിൽ കോൺട്രയാണ് അവള്. പിന്നെ ആള് കോൺട്ര മാത്രമല്ല, ആള് ചെറുതായൊരു വെകിളി സ്വഭാവം കൂടി ഉണ്ട്. ഇപ്പോൾ തിന്നുണ്ട്, പുസ്തകമൊക്കെ തിന്നും സാമാനെ കുട്ടി. അങ്ങനെ ഞാൻ എൻ്റെ ഫുൾ ബോഡി മസാജ് ചെയ്തു കേട്ടോ. അപ്പോൾ റൂത്തിന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു വാശിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. നമ്മുടെ ഉള്ളത് ഇവിടെ റൂത്തുമണി ഓടിപ്പോയി നിൽക്ക്, ആരുമില്ലപ്പോ വേഗം പോയി നിൽക്ക്. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ മിറാമർ എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്ക് പോയി. വേറെ ആഡംബരത്തിനൊന്നും ഞങ്ങൾ നിന്നില്ല. വേഗം ബീച്ചൊക്കെ കണ്ട് ഞങ്ങൾ റൂമിലേക്ക് പോകാനുള്ള സെറ്റായിരുന്നു. കാരണം രാവിലെ ഇറങ്ങിയതാണ് നമ്മൾ. മാളിൽ കുറേ നടന്നു, പിന്നെയും അടുത്ത മാളിൽ കുറേ നടന്നു. പിന്നെ അതാ ഈ ബീച്ചിൽ കുറച്ച് ടയർഡായി. करेक्ट रेट बोला बराबर रेट बोला. जाके तुम नीचे भी इंक्वायरी करके आके पैसा दो मेरे को, मैं उधर बैठती हूँ. जाओ खा लो, आके पैसा दे दो. ഇപ്പൊ ചെന്നാ മതി. അവിടെ ചെന്നിട്ട് ചോദിച്ചോക്കെ എത്ര രൂപ വരും. ഫുള്ള് വിറ്റായിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങള് ഒരു ബീച്ചിൽ ഇരിക്കുമ്പോ ഒരു പൈനാപ്പിൾ മേടിക്കാന്ന് വെച്ചപ്പോൾ പൈനാപ്പിളിന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്ര റേറ്റ് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചൊക്കെ നിന്നു. പക്ഷെ റേറ്റ് തരി പോലും കുറയ്ക്കാൻ ആ ചേച്ചി സമ്മതിച്ചില്ല. വെള്ളം നിറച്ചിട്ട് കാലുകൾ കളതാന്ന്. അപ്പൊ ഈ കുപ്പിയിൽ മനസ്സിലായാ അപ്പടെയാ അപ്പടെ ബുദ്ധിയാ. ആ പോണ കണ്ടില്ലേ, അതാണ് ഇവിടെ റൂത്തും അപ്പയും. ഞാനിവിടെ ഹൈയായിട്ട് കിടന്നു. അവര് മെയിൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കക്ക പറക്കാനാണ് കേട്ടോ. ഞാനും ഹൈയും അങ്ങനെ പോയില്ല, കാലുമിക്ക മണ്ണാവും. അതുകൊണ്ട് ഇവിടെ കിടന്നു. അയപ്പോന്നും ഉറങ്ങാ. ഞാനിവിടെ ഇരുന്നു. ഞാൻ കാലൊക്കെ നനച്ചു. പിന്നെ വിചാരിച്ചു ഇവിടെ ഇരുന്നു. അവര് കക്ക പറക്കാൻ വേണ്ടി പോയേക്കാട്ടാ. ഞാനിവിടെ ഇരിക്കുകയാണ്. ഞാനിവിടെ കിടന്നു. വലിയ വൃത്തിയൊന്നുമില്ല അല്ല, എന്നാലും ഇതുണ്ട്. ഇങ്ങനത്തെ വൃത്തികേടൊക്കെ ഉള്ളു, വേറെ വൃത്തികേടൊന്നുമില്ല. ഇതൊരു പൂവാണ് കേട്ടോ. വേറെ മുടി കാര്യങ്ങളൊക്കെ മുഖം കൊണ്ട് ഉള്ളൂ. ഞങ്ങൾ ഗോവയിൽ നിന്ന് വരുമ്പോ ഹൈക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, കുറഞ്ഞുണ്ട്. അപ്പൊ ഈ മണ്ണ്, ഈ കടലിന്റെ കാറ്റും കാര്യങ്ങളൊക്കെ ജലദോഷം കുറയ്ക്കുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ചേരം കൂടി ഇരിക്കാന്ന് വിചാരിച്ചു. റൂത്ത് മോൾ ഇങ്ങനെ കക്കകളും കാര്യങ്ങളും ഇങ്ങനെ പറക്കൊണ്ടിരിക്കുകയാണ്. കുറെ കക്കകൾ കണ്ട് റൂത്തിന് വലിയ കക്ക കിട്ടിയിട്ടുണ്ട്. റൂത്ത് മോൾക്ക് ഇതാ ഫുള്ള് കക്ക കേട്ടോ, ഫുള്ള് കക്ക. ഒരു കക്കക്കടൽ. ഈ കക്കക്കടലിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കേട്ടോ. ഗോവ വന്നിട്ട് കക്കക്കടലിൽ ചോദിച്ചാൽ. ഇത് ഫ്രണ്ട് ഭാഗം നമ്മുടെ. നമ്മളിതാ ഹയനെ കുളിപ്പിച്ചു. ഞങ്ങളെല്ലാവരും കുളിച്ചു. ഞങ്ങളെല്ലാരും കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണാം.
തുറക്കരുത്. ആ കുഞ്ഞുമണി ബിരിയാണിന്റെ കട ഇത് ഇവിടെയാ. ആ ഭാഗത്ത് അറേബ്യൻ നമുക്ക് നടന്നിട്ട് ടയർഡാകുമ്പോ കഴിക്കാം. ഉണ്ണി ഉണ്ണി പിടിക്ക്, റൂത്ത് പിടിക്ക്. ഉണ്ണി ഇതേ അമ്മയുടെ കയ്യിലാണ്. ഉണ്ണീനെ കാണാണ്ടോ? ഉണ്ണീനെ അമ്മ കങ്കാരു ലോക്കാക്കി. നല്ലതാണ്, വേഗം ഇറക്കണി നല്ലതാണ്. നടന്നൂലോ ഇങ്ങോട്ട് എല്ലാം മോൻ പറയുന്ന പോലെ ബബിൾ ഗം ഉണ്ടോ? അല്ല അവിടുന്ന് ഇങ്ങനെ നടക്കും. കക്ക വേറെ നമ്മളിപ്പോ ഹൈറ്റ് മുമ്പ് കിട്ടും. നിർത്തില്ല, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ് ഗായ്സ്. അപ്പൊ കണ്ടത് ലൈറ്റ് അതിന്റെ ഉള്ളിൽ എന്തോ വെള്ളം ഉണ്ടല്ലേ, മണം വരണത്. ബബിൾഗം ഐസ്ക്രീം ഫ്ലേവർ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയിക്കാണ് കേട്ടോ. അപ്പൊ ഈ കുട്ടപ്പന് ഇവിടെ ഇരുന്നിട്ട് ഈ കുട്ടപ്പിക്ക് ഈ പ്രാന്തൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ഇരിക്കാണ് ഈ കുട്ടപ്പി. അടുത്ത ഐസ്ക്രീം റോട്ടൂന് ഇഷ്ടമായി, ഞങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല കേട്ടോ. അപ്പൊ പിന്നെ അടുത്ത് ഞങ്ങള് ഈ ഷോപ്പിൽ കയറി. ഒരു സ്മോൾ ഷോപ്പാട്ടാ, പക്ഷെ നല്ല രസമുണ്ട്. രസമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒതുക്കുണ്ട്. ഉണ്ടായപ്പോൾ എൻ്റെ ആസ്ഥാന ഡ്രസ്സ് എന്നൊക്കെ പറയില്ല, അതാണ് എത്തിട്ടോ. ഞങ്ങളിങ്ങനെ ട്രിപ്പ്, ഞാനിപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ ഈ ഗോവ ട്രിപ്പ് വന്നത് കുറേ ഡ്രസ്സ് ഇട്ടിട്ട് ഷോ കാണിക്കാനും കുറേ പ്ലേസുകൾ പോയിട്ട് ഒന്നല്ല കേട്ടോ. ഞങ്ങൾ വെറുതെ ഒരു എൻജോയ്മെന്റ് വെറുതെ കൊതുണ്ട് കേട്ടാ. ചാലുകളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടേ ചിക്കൻ ബിരിയാണി നോക്കാൻ പറ്റില്ല. ഇപ്പൊ റുത്തി ഈ വേപ്പിളിന്റെ ഫാനാ, നല്ല ടേസ്റ്റാടാ. ഇത് വേണ്ട, പഴുപ്പ് വേണ്ട. സ്ട്രോബെറി ഇതാ ഇഷ്ടായില്ല എന്നാട്ടാ പറഞ്ഞത്. ഇപ്പൊ കഴിച്ചത് ഇഷ്ടായാ? ഇപ്പൊ കൊടുത്തത് ഇഷ്ടായാ? പിന്നെയും കൊടുത്ത അവൾക്ക് പൾപ്പ് പൾപ്പ്.
ചില്ലിയുടെ ഗ്രേവി പോലത്തെ. അങ്ങനെ ഞങ്ങൾ വേഫിളൊക്കെ കഴിഞ്ഞിട്ട് ഐസ്ക്രീം പാർലറിൽ കയറിയിട്ട് നമ്മുടെ ബാസ്കറ്റ് റോബിൻസിൽ കയറി. ഞാൻ സ്ട്രോബെറി ഫ്ലേവർ പറഞ്ഞു, റൂത്ത് ചോക്ലേറ്റ് പറഞ്ഞ്. പിന്നെ നമ്മളത് ആദ്യം പറഞ്ഞ ബിരിയാണി കഴിക്കാൻ വന്നു. ബിരിയാണി, ഫ്രൈഡ് റൈസ് ഇതൊക്കെ കഴിച്ചിട്ടാണ്. എണീക്കാൻ പറ്റുന്നില്ലേ? രണ്ട് കൈ പിടിച്ചു. രണ്ട്. അയ്യോ 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 ഇതൊക്കെ പറയണ നിന്നെ. ഇവിടെ ഇരിക്കാൻ അങ്ങടെ. അപ്പൊ നല്ല കുട്ടിയാണ്. എല്ലാരും മനസ്സിൽ